ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിന്റെ 44-ാം ദിവസം പെരുമ്പട്ടി സെന്റർ മാർത്തോമ യുവജന സഖ്യമായി നടത്തിവരുന്ന നോമ്പ് ധ്യാന ചിന്തകളിൽ എനിക്കും ഭാഗമാകുവാൻ സാധിച്ച ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെ. ദൈവശക്തിയുടെ വലത്ത് ഭാഗത്തിനായുള്ള പീഡകൾ എന്നതാണ് വേദഭാഗത്തിന് കൊടുക്കുന്നതായ തലക്കെട്ട്. ദൈവശക്തിയുടെ വലത്ത് ഭാഗത്തിനായുള്ള പീഡകൾ. ദുഷ്ടശക്തികൾ അരങ്ങുവാഴുന്ന ലോകത്ത് ദൈവപുത്രൻ മനുഷ്യരാൽ വിധിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. കണ്ണുകെട്ടിയാൽ കാണാൻ സാധിക്കില്ല എന്ന അഹങ്കാരം അവരെ കൂടുതൽ അന്ധരാക്കുന്നു. ആത്മാവിന് തീഷ്ണതയുള്ളവനും കണ്ണുള്ളവനുമായുള്ളവനെ മനുഷ്യരാൽ വിധിക്കപ്പെടുന്ന കാഴ്ച ഈ പ്രഭാതത്തിൽ മനുഷ്യരാൽ ദൈവപുത്രൻ വിധിക്കപ്പെടുന്നതായ കാഴ്ചയാണ് നമുക്ക് ഈ കാണുവാൻ സാധിക്കുന്നത്. പരിഹാസങ്ങളുടെ പന്തിയിലെ നല്ല വിളമ്പുകാരായ അക്രമികൾ വിലസുന്നു. ദുഷ്ട മനസ്സിന് തക്കതായ മറുപടി നൽകുന്ന യേശുവിനെ നമുക്ക് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇരുട്ടിന്റെ ശക്തിക്ക് ആടിത്തിമർക്കുവാൻ കിട്ടിയ വേദിയിൽ ഏവരെയും ന്യായം വിധിക്കുവാൻ അധികാരമുള്ളവനെ മനുഷ്യരായി ന്യായം വിധിക്കുന്ന പ്രഭാതം. ചോദ്യോത്തര വേളയിലെ സംഭാഷണ ശകലങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉത്തരങ്ങൾക്കൊന്നും തക്കതായ മറുപടി അവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. കേവലം പ്രഹസനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഉത്തരത്തിനപ്പുറത്ത് ഉണ്മയുടെ പ്രകാശം സാധ്യമാകുന്ന പീഡനം, മാനസികവും ശാരീരികവുമായ പീഡനം, നിയോഗത്തിലേക്ക് അകലുന്ന അചഞ്ചലമായ വിശ്വാസം, പിതാവിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനായുള്ള പ്രത്യാശ, പീഡകൾക്ക് അപ്പുറത്തേക്കാണെന്നുള്ള തിരിച്ചറിവ് ആണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആത്മീയ പരദീസിൽ ആനന്ദിക്കുന്ന പുത്രന് ഭൗതികതയിൽ നേരിടേണ്ടി വരുന്ന പീഡകളെയെല്ലാം നമുക്ക് ഈ വേദഭാഗം പരിശോധിക്കുവാൻ കാണുവാൻ സാധിക്കും. ആയതിനാൽ വലിയ നോമ്പിന്റെ നാളുകൾ നാം ഏവരും അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭാരവും പ്രയാസമേറുന്ന വനയാത്ര എന്ന ജീവിതത്തിൽ നസ്രായം കാട്ടുന്ന ക്രൂശിന്റെ വഴികൾ നമുക്ക് ഏവർക്കും കൂട്ടായി തീരണം. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായി തീർന്ന് അവന്റെ പാതയെ പിൻപറ്റി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എവിടെയും അനുഗ്രഹിക്കട്ടെ.